നമസ്കാരം. മിടിച്ചവർ തുടങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 19 മണിക്കൂർ വൈകി. ബുധനാഴ്ച രാത്രി 12-ന് പുറപ്പെടേണ്ട വിമാനമാണ് യാത്രക്കാരെ വലച്ചത്. സാങ്കേതിക തകരാറാണ് വിമാനം വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. ബുധനാഴ്ച രാത്രി അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 348 വിമാനമാണ് 19 മണിക്കൂറിലേറെ വൈകിയത്. അടിയന്തരമായി നാട്ടിലെത്തേണ്ടവരടക്കം 160-ലേറെ യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത്. യാത്ര തിരിക്കുന്നതിന് എയർപോർട്ടിന്റെ ബസ്സിൽ വിമാനത്തിന് തൊട്ടടുത്ത് യാത്രക്കാരെ എത്തിച്ച ശേഷമാണ് യാത്ര തുടരാനാവില്ല എന്ന അറിയിപ്പ് ലഭിച്ചത്. യാത്രക്കാരെ പിന്നീട് ഹോട്ടലിലേക്ക് മാറ്റിയെങ്കിലും പുറപ്പെടുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടർന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 3-ഓടെ യാത്രക്കാരെ ഹോട്ടലിൽ നിന്ന് വീണ്ടും വിമാനത്താവളത്തിലേക്ക് എത്തിച്ചു. എന്നിട്ടും യാത്രാ സമയം സംബന്ധിച്ച് എയർലൈൻ അധികൃതർക്ക് ധാരണയുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ഇതിൽ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകുന്നവരുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് നമ്മളെന്താ പറയുക വെച്ചാൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു, ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. കറക്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നില്ല. നമ്മൾ വൈകുന്നേരം 6-ന് യാത്രക്കാരെ വിമാനത്തിലേക്ക് കയറ്റിയിട്ടും അനിശ്ചിതത്വം തുടർന്നു. AC പോലും പ്രവർത്തിപ്പിക്കാത്ത വിമാനത്തിനകത്ത് 1 മണിക്കൂറിലേറെ കുട്ടികളടക്കമുള്ള യാത്രക്കാർ വിയർത്തുരുകി. സാങ്കേതിക തകരാർ പരിഹരിച്ചതിന്റെ രേഖ കിട്ടാത്തതാണ് ഇതിന് കാരണമായി പറഞ്ഞത്. ഒരു രാത്രിയും പകലും നീണ്ട ദുരിതങ്ങൾക്കൊടുവിലാണ് വ്യാഴാഴ്ച രാത്രി 7:15-ന് വിമാനം പറന്നുയർന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, 19 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ദിവസത്തോടടുത്ത് തന്നെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചു. വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണോ ഇത്തരത്തിലൊരു ദുരിതത്തിലേക്ക് യാത്രക്കാരെ തള്ളിയിട്ടത്? അഞ്ജിത, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ യാത്ര പുറപ്പെട്ടവർ ഇപ്പോഴും നാട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോഴും അവരുടെ യാത്ര തുടരുകയാണ്. 24 മണിക്കൂറിലേറെ, 4 മണിക്കൂർ വേണ്ട യാത്രയ്ക്ക് 24 മണിക്കൂറിലേറെ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് പലപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന മലയാളികൾക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് പറയേണ്ടി വരിക. കൃത്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് ഇവർ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെങ്കിൽ നേരത്തെ യാത്രക്കാരെ വിവരമറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഫോൺ വഴി വിവരമറിയിക്കാം, SMS അയക്കാം, ഇമെയിൽ അയക്കാം. അത്തരമൊരു യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും യാത്രക്കാരുമായി ഉണ്ടായിരുന്നില്ല. വിമാനത്തിലേക്ക് കയറാൻ കാലെടുത്ത് വെക്കുന്നതിന് തൊട്ടു മുമ്പാണ് വിമാനത്തിന് തകരാറുണ്ട് എന്നുള്ള വിവരം യാത്രക്കാരെ അറിയിക്കുന്നത്. പിന്നീട് എപ്പോൾ യാത്ര പുറപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും വിമാനത്താവള അധികൃതരോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആളുകളോ ഇവർക്ക് നൽകുന്നില്ല. വളരെ വൈകി ഇവരെ ഹോട്ടലിലേക്ക് മാറ്റുന്നു. ഏറെ നേരം അവരവിടെ കഴിയുന്നു. ഇന്ന് വൈകുന്നേരമാണ് വീണ്ടും ഇവരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴും യാത്ര പുറപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഇവർക്ക് ലഭിക്കുന്നില്ല. പിന്നീട് ഈ യാത്രക്കാർ തന്നെ വിമാനത്താവള അധികൃതരോട് പരാതി പറയുമ്പോഴാണ് വീണ്ടും യാത്ര തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഇവരെ വിമാനത്തിൽ കയറ്റി. അപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 1 മണിക്കൂറിലേറെ AC പോലും പ്രവർത്തിപ്പിക്കാത്ത എയർ ഇന്ത്യ എക്സ്പ്രസിൽ ചൂടെടുത്ത് കുട്ടികളടക്കമുള്ളവർ കഴിയേണ്ടി വന്നു. യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഒരു 20 മിനിറ്റിനകം ഈ യാത്രക്കാർ കോഴിക്കോട് എത്തും. അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസിനോടും വിമാനത്താവള അധികൃതരോടും അവർ പ്രതിഷേധം അറിയിക്കും എന്നാണ് യാത്രക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗൾഫിൽ പ്രതിഷേധത്തിനും മറ്റും ചില നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തങ്ങളുടെ കടുത്ത പ്രതിഷേധം നാട്ടിൽ അറിയിക്കുമെന്നാണ് യാത്രക്കാർ പറഞ്ഞിട്ടുള്ളത്. അഞ്ജിത. ഷിനോജ്, എയർ ഇന്ത്യ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആദ്യത്തെ അനുഭവമല്ല. മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാർക്ക് നല്ല സേവനം നൽകുന്നതിൽ എയർ ഇന്ത്യ പരാജയപ്പെടുകയാണോ? തീർച്ചയായും അഞ്ജിത പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ അബുദാബിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ 17 മണിക്കൂറിലേറെ വൈകിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. പലപ്പോഴായി ഇത് ആവർത്തിക്കുകയാണ്. ചെലവ് കുറഞ്ഞ ഒരു വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നുള്ളത് കൊണ്ട് ആഘോഷവേളകളിൽ, പ്രത്യേകിച്ച് ഏറ്റവും നാട്ടിലേക്കുള്ള ചെലവ് വർദ്ധിച്ച ഈ അവസരങ്ങളിൽ മലയാളികൾ കൂടുതലും ആശ്രയിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെയാണ്. ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. പക്ഷേ പലപ്പോഴും സമയം പാലിക്കുന്നതിൽ യാതൊരു കൃത്യനിഷ്ഠയും ഇവർ പാലിക്കുന്നില്ല എന്നുള്ളത് വലിയ പരാതി തന്നെയാണ്. വിവരങ്ങൾ കൃത്യമായി
യാത്രക്കാരിൽ എത്തിക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ വിമാന കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇവർ ചെയ്യേണ്ടത്. അത്തരമൊരു മാന്യമായ സമീപനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. ശരി ഷിനോജ്, എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കൃത്യവിലോപം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 19 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നതിലും എയർ ഇന്ത്യ പരാജയപ്പെട്ടു. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവുണ്ടായതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. മക്കയിലെ വികസന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതോടെ നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയത്. ഹജ്ജ് ഉംറ മന്ത്രാലയം അനുവദിച്ച വിസ ഉപയോഗിച്ച് ഈ വർഷം ഉംറ നിർവഹിച്ചത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് എണ്ണമാണെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടിയ എണ്ണമാണ് ഈ സീസണിൽ മക്കയിലെത്തിയത്. കഴിഞ്ഞ ഹജ്ജിന് ശേഷം ആരംഭിച്ച ഉംറ സീസണിൽ ഇതുവരെയായി 67.5 ലക്ഷം പേർ ഉംറ നിർവഹിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. സുരക്ഷാ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ സമാധാനപരമായി ഉംറ നിർവഹിച്ച് ഇവർക്ക് മടങ്ങാനായത് വൻ നേട്ടമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മക്കയിലും മദീനയിലും ഒരുക്കിയ വിപുലമായ സൗകര്യത്തിന്റെയും പൂർത്തിയായി വരുന്ന വികസന പദ്ധതിയുടെ ഭാഗമായാണ് തീർത്ഥാടക വിസ അനുവദിക്കുന്നതിൽ മന്ത്രാലയം വർധനവ് വരുത്തിയത്. അടുത്ത വർഷങ്ങളിൽ ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വീണ്ടും വർധനയുണ്ടാകും. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി രാഷ്ട്രത്തിന്റെ പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുകയെന്നതും ഇതിന്റെ പിന്നിലെ പ്രചോദനമാണ്. ഉംറയ്ക്ക് അപേക്ഷിച്ച എല്ലാ രാജ്യങ്ങളിലെ തീർത്ഥാടകർക്കും വിസ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഖത്തർ തീർത്ഥാടകരും ഉൾപ്പെടുന്നതായി മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിച്ചു. മീഡിയ 1 റിയാദ്. ഒമാനിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണം നിരീക്ഷിക്കാൻ മാനവശേഷി വകുപ്പ് സംവിധാനമൊരുക്കുന്നു. സെൻട്രൽ ബാങ്ക് ഒമാനുമായി ചേർന്നാണ് ഇതിന് സംവിധാനമൊരുക്കുന്നത്. ആദ്യം ശമ്പള വിതരണവും പിന്നാലെ തൊഴിലാളികളുടെ ബാങ്ക് ഇടപാടുകളുമാണ് നിരീക്ഷിക്കുക. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിതരണം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനൊപ്പം ക്രമക്കേടുകൾ തടയാനും ഇത് ഗുണകരമാകും. അടുത്ത നവംബറോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ സംവിധാനം തുടങ്ങാനാണ് തീരുമാനം. ദുബായിൽ ശുചിത്വ നിർദ്ദേശം പാലിക്കാത്ത 94 ഭക്ഷണശാലകൾ മുനിസിപ്പാലിറ്റി അടച്ചുപൂട്ടി. അതേസമയം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച 1400 റെസ്റ്റോറന്റുകളെ ഉയർന്ന ഭക്ഷ്യസുരക്ഷാ റേറ്റിംഗ് നൽകി നഗരസഭ അംഗീകരിച്ചു. 84 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും ദുർബലമാണെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ശുചിത്വം പാലിക്കാത്തതിന് നേരത്തെ നഗരസഭ മുന്നറിയിപ്പ് നൽകിയ സ്ഥാപനങ്ങളാണ് ദുബൈയിൽ അടച്ചുപൂട്ടിയത്. കുറവുകൾ പരിഹരിക്കാൻ ഇവർക്ക് വേണ്ടത്ര സമയവും നൽകിയിരുന്നു. വൃത്തിക്കുറവിനു പുറമെ പഴക്കം ചെന്ന ഭക്ഷ്യവസ്തുക്കൾ, കേടുവന്ന സാധനങ്ങളുടെ സാന്നിധ്യം എന്നിവ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദുബൈ നഗരസഭ മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ വീഴ്ചകൾ പരിഹരിക്കാൻ ഈ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. 82 ഭക്ഷണശാലകളുടെ പ്രവർത്തനം ദുർബലമാണെന്നും മുനിസിപ്പാലിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. 1409 ഭക്ഷണശാലകൾ ശുചിത്വത്തിന്റെയും ഭക്ഷണ സുരക്ഷിതത്വത്തിന്റെയും കാര്യത്തിൽ എക്സലന്റ്, ഗോൾഡ് എന്നീ റേറ്റിംഗുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2445 സ്ഥാപനങ്ങൾ വെരി ഗുഡ് റേറ്റിംഗും 1991 ഭക്ഷണശാലകൾ ഗുഡ് റേറ്റിംഗും നേടിയിട്ടുണ്ടെന്ന് നഗരസഭ അറിയിച്ചു. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെയുണ്ടാകുന്ന കയ്യേറ്റങ്ങൾ തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബി. ആശുപത്രികളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അമീരി ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായതിനെ തുടർന്ന് രൂപീകരിച്ച അന്വേഷണ കമ്മിറ്റിയുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഡോക്ടർമാർക്കെതിരായ കയ്യേറ്റം തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പാർലമെന്റിനോട് ആവശ്യപ്പെട്ട മന്ത്രി ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ സമഗ്രമായ നിയമമായിരിക്കണമെന്നും നിർദ്ദേശിച്ചു. ആശുപത്രികളിൽ മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അതിനിടെ നിർമ്മാണത്തിലിരിക്കുന്ന ജാബർ ആശുപത്രി ഈ വർഷം തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ആശുപത്രി ഏറ്റെടുത്താലുടൻ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം പ്രവർത്തനം തുടങ്ങും. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി ഔട്ട് പേഷ്യന്റ് വിഭാഗം, കിടത്തി ചികിത്സ, ശിശുരോഗ വിഭാഗം, ICU എന്നിങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തനം തുടങ്ങും. ഏറ്റവും ഒടുവിലാണ് ശസ്ത്രക്രിയാ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുക. ഷെയ്ഖ് ജാബർ ആശുപത്രിയിൽ സ്വദേശികൾക്കു മാത്രമായിരിക്കും ചികിത്സ ലഭിക്കുകയെന്നും ചികിത്സാ ചെലവിന്റെ ചെറിയൊരു പങ്ക് രോഗികളിൽ നിന്ന് ഈടാക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ അബ്ദലി ചാരക്കേസ് വീണ്ടും കുവൈത്ത് ഇറാൻ നയതന്ത്ര ബന്ധത്തിന് തടസ്സമാകുന്നു. ചാരക്കേസ് പ്രതികൾ ഇറാനിലേക്ക് കടന്നതായ വാർത്തകൾക്ക് പിറകെ കുവൈത്തിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ ഇറാൻ എംബസിക്ക് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി.
19 നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് നിലവിൽ കുവൈത്തിലെ ഇറാൻ എംബസിയിലുള്ളത്. ഇവരിൽ 15 പേരെ തിരിച്ചയക്കാനും ഉദ്യോഗസ്ഥരുടെ എണ്ണം 4 ചുരുക്കാനുമാണ് നിർദ്ദേശം. ഇതോടൊപ്പം എംബസിയിലെ ടെക്നിക്കൽ ഓഫീസുകൾ അടച്ചിടാനും ഇറാൻ കുവൈത്ത് സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളും മരവിപ്പിക്കാനും നിർദ്ദേശിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈത്ത് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ചാരക്കേസ് പ്രതികൾക്ക് ഇറാൻ എംബസിയുടെ സഹായം ലഭിച്ചതിൽ പ്രതിഷേധമറിയിക്കാനാണ് പുതിയ തീരുമാനം. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പിന്തുണയോടെ കുവൈത്തിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് അബ്ദലി ചാരക്കേസ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം. ഇറാൻ പൗരനെ പ്രതിയാക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ കുവൈത്ത് ഇറാൻ നയതന്ത്ര ബന്ധത്തിൽ നേരത്തെ ഉലച്ചിലുണ്ടാക്കിയിരുന്നു. ഇത് പരിഹരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും നയതന്ത്ര സൗഹൃദം രൂപപ്പെട്ടുവരുന്നതിനിടയിലാണ് ചാരക്കേസ് പ്രതികളുടെ തിരോധാനം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി തടവ് വിധിച്ച 26 പേരിൽ ഒരു ഇറാൻ പൗരനടക്കം 16 പേരാണ് അപ്രത്യക്ഷരായത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്വദേശികൾ ജോലി ചെയ്യുന്നതായി വ്യാജരേഖയുണ്ടാക്കി ആനുകൂല്യം തട്ടിയെടുക്കുന്ന കമ്പനികൾക്കെതിരെ കുവൈത്ത് തൊഴിൽ മന്ത്രാലയം നടപടി ശക്തമാക്കുന്നു. സർക്കാരിനെ കബളിപ്പിക്കുന്ന കമ്പനി ഉടമകൾക്ക് 5 വർഷം തടവും 5000 ദിനാർ പിഴയും ശിക്ഷ ഏർപ്പെടുത്താനാണ് നീക്കം. സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലും വിദേശ ജോലിക്കാരുടെ എണ്ണത്തിന്റെ നിശ്ചിത ശതമാനം സ്വദേശികളെ നിയമിച്ചിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന സ്വദേശികൾക്ക് സർക്കാർ മേഖലകളിലേതിന് സമാനമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് ചട്ടം. ഇതിനായി മാൻപവർ ആൻഡ് ഗവൺമെന്റ് റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം വഴി സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങളും ഈ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. പല കമ്പനികളും സ്വദേശികളുടെ പേരുകൾ രേഖകളിൽ മാത്രം കാണിച്ച് ആനുകൂല്യം പറ്റുന്നതായി പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കാൻ അധികൃതർ ആലോചിക്കുന്നത്. നേരത്തെ 1 വർഷമായിരുന്നു തടവ് കാലാവധി 5 വർഷമാക്കിയും പിഴ 1000 ദിനാർ എന്നത് 3000 ദിനാറാക്കിയും ഉയർത്താനാണ് നീക്കം. സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ നടപടികളിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. 40% സ്വദേശികൾ, 60% വിദേശികൾ എന്ന തരത്തിൽ സ്വകാര്യ മേഖലയിലെ അനുപാതം ക്രമീകരിക്കാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സ്വദേശി ചെറുപ്പക്കാരെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ മാൻപവർ റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാമിന് കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കമല സുരയ്യ ഫൗണ്ടേഷനും ഖത്തർ പ്രവാസി സാംസ്കാരിക വേദിയായ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററും സംയുക്തമായി ഏർപ്പെടുത്തിയ കമല സുരയ്യ പുരസ്കാരം വിതരണം ചെയ്തു. കവി കെ സച്ചിദാനന്ദൻ, TJS ജോർജ്, പ്രൊഫസർ കെ സിദ്ദിഖ് ഹസൻ എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കമല സുരയ്യ അവാർഡ് കവി കെ സച്ചിദാനന്ദനും സേവന മേഖലയിലുള്ള അവാർഡ് പ്രൊഫസർ കെ സിദ്ദിഖ് ഹസനും നൽകി. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി AK ബാലൻ അവാർഡുകൾ വിതരണം ചെയ്തു. രാജ്യം വലിയൊരു പ്രേതബാധയിലാണെന്ന് അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കവേ കവി സച്ചിദാനന്ദൻ പറഞ്ഞു. ഒരു ഇരുണ്ട പിശാച് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും വേട്ടയാടുന്നത് പോലുള്ള ഒരു അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എഴുത്തുകാരി ശാന്ത തുളസീധരൻ, വൈജ്ഞാനിക സാഹിത്യകാരൻ TP മുഹമ്മദ് ഷമീം എന്നിവർ കമല സുരയ്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി. മീഡിയ 1 തിരുവനന്തപുരം. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചെങ്കിലും ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവും നേരിടില്ലെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരെയും സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 24 മുതലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദിയിലെത്തി തുടങ്ങുക. ഖത്തറിൽ നിന്ന് ഹജ്ജിനെത്തുന്ന ഖത്തർ പൗരന്മാരും ഖത്തറുള്ള വിദേശി തീർത്ഥാടകരും വിമാനമാർഗമാണ് സൗദിയിലെത്തേണ്ടത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയാണ് ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പുണ്യഭൂമിയിലെത്താൻ കഴിയുക. ഖത്തർ എയർവേസിൻ്റേതല്ലാത്ത ഇതര വിമാനങ്ങളിൽ തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് യാത്ര ചെയ്യാം. ഈ വിമാന കമ്പനികൾ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്ന് മുൻകൂട്ടി അനുമതി നേടിയിരിക്കണം. ഖത്തറിന് അനുവദിച്ചിട്ടുള്ള കോട്ടയനുസരിച്ചുള്ള തീർത്ഥാടകർക്കാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാനാവുക. ഓൺലൈൻ വഴി ഹജ്ജിന് രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് കരസ്ഥമാക്കിയ ശേഷമായിരിക്കണം തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടേണ്ടതെന്നും മന്ത്രാലയം അറിയിച്ചു. ഉംറ സീസൺ അവസാനിച്ചതോടെ ഹാജിമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹജ്ജ് മന്ത്രാലയവും സൗദിയിലെ ഇതര സർക്കാർ ഏജൻസികളും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ജിദ്ദ ഹജ്ജ് ടെർമിനലും മദീന വിമാനത്താവളത്തിലും സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ മദീനയിൽ എത്തിത്തുടങ്ങുക. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനവും അന്നേ ദിവസമാണ്. എന്നാൽ ഏത് രാജ്യത്തുള്ള തീർത്ഥാടകരാണ് ഇത്തവണ ആദ്യം സൗദിയിലെത്തുക എന്ന് വ്യക്തമല്ല. ആദ്യ സംഘത്തിന് ഹജ്ജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത രീതിയിൽ സ്വീകരണം നൽകും. മീഡിയ 1 ജിദ്ദ. മിഡിസ്റ്റ് അവരുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.